ഇത് ഞങ്ങളുടെ കുഞ്ഞ് ലൊറീറ്റ എലീസ ജിത്തു, കുഞ്ഞുമറി എന്നാണ് അവളെ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാനുണ്ടായ സാഹചര്യം തന്നെയാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിച്ചത്. 2023 ജൂൺ 4 ഞാൻ കൺസീവ് ആകുന്നത്. അതിനുശേഷം 1 മാസത്തെ വെക്കേഷന് വേണ്ടി ഞാൻ നാട്ടിൽ വന്നതാണ്. അപ്പോൾ റുട്ടീൻ ചെക്കപ്പിന് വേണ്ടി അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ അനോമലി സ്കാൻ ചെയ്തപ്പോൾ റിപ്പോർട്ടിൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഡയഗ്നോസ് ചെയ്തു. അതും ഹൈ റിസ്ക് ആയിരുന്നു. ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിട്ടാണ് അവർ പറഞ്ഞത്. 75% ആയിരുന്നു. മെൻ്റലിയും ഫിസിക്കലിയും ഈ കുഞ്ഞ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഒരു ഡിപ്രസീവ് സ്റ്റേജിലൂടെയാണ് കടന്നുപോയത്. അതിനുശേഷം ഞങ്ങൾ വേറൊരു ഡോക്ടറിനെ കൂടി കൺസൾട്ട് ചെയ്തു. അവരും ഇങ്ങനെ തന്നെ ഞങ്ങളോട് പറഞ്ഞത്, മുന്നോട്ട് പോകണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രൊസീജിയർ ചെയ്യാനായിട്ട് ഞങ്ങൾ വില്ലിങ് ആയി. അങ്ങനെ ഹസ്ബൻഡ് 1 മാസത്തേക്ക് നാട്ടിൽ വന്നു, കുറച്ച് നാളത്തേക്ക്. അങ്ങനെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ ആ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ വളരെ അടുത്തറിയാവുന്ന കുറച്ച് പേരോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഞങ്ങളോട് പറഞ്ഞൊരു സൊല്യൂഷൻ, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്. അങ്ങനെ വന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഒരു വൈറ്റ് ഉടുപ്പിട്ട് ഒരു പെൺകുഞ്ഞിനെ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ തന്നെ, ഈ ഒരു പിക്ചർ ഞാൻ അന്ന് സ്വപ്നം കാണുകയാണ്. പെട്ടെന്ന് ഞാൻ എണീറ്റിട്ട് ഒരാളോട് പറഞ്ഞു, പെൺകുഞ്ഞാണെന്നാണ് തോന്നണേ, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞുകൊണ്ടിരിക്കാതെ തന്നെ മദറിലോ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, റിസൾട്ട് വന്നു, എല്ലാം നെഗറ്റീവാണ്, കുഞ്ഞിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസം 31 ഒക്ടോബറിനാണ് കുഞ്ഞിൻ്റെ ജെൻഡർ റിവീല്. അന്നേരം ഡോക്ടർ പറഞ്ഞു ഒരു പെൺകുഞ്ഞാണെന്ന്. അപ്പം തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത് മാതാവിൻ്റെ കുഞ്ഞാണ്. അങ്ങനെ ഞങ്ങൾ അവൾക്ക് കുഞ്ഞുമറി എന്ന് പേരിട്ടു. വർഷം മാർച്ച് 17 പൂർണ്ണ വളർച്ചയുള്ള, പൂർണ്ണ ആരോഗ്യമുള്ള, ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ കൂടുതൽ കിടക്കുകയൊന്നും ചെയ്യാതെ മാർച്ച് 17 അമ്മ മാതാവ് ഞങ്ങൾക്ക് ഈ കുഞ്ഞുമാവേനെ തന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരെ